ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ എറണാകുളത്ത് നിന്ന് 4 പേരാണ് നമ്മൾ പോയത്. എന്നെ കൂടി ജോർജ് കുട്ടി ഉണ്ടായിരുന്നു, രതീഷ് ഉണ്ടായിരുന്നു, പിന്നെ കിഷോർ ഉണ്ടായിരുന്നു. കിഷോർ നമ്മളെ കൂടി കട്ടൻ കാപ്പി അങ്ങനെ പണ്ട് മുതൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ള 2 സുഹൃത്ത് എന്നെ കൂടി ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ്. അപ്പം ഞങ്ങളൊരു ഏതാണ്ട് ഒരു 6 മണിക്കാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ വരാപ്പുഴ വഴിയാണ് പോന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്തത് എനിക്ക് തോന്നുന്നത് തൃപ്രയാർ ടെമ്പിളിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു കാപ്പിയെ കുടിക്കാനായിട്ട്, കട്ടൻ കാപ്പിയെ കുടിക്കാൻ വേണ്ടി ഇരുത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തൃപ്രയാർ ടെമ്പിളിൻ്റെ അവിടെയാണ് ചെന്നത്. രതീഷ് എനിക്ക് തോന്നുന്നത് തൊഴാനൊക്കെ പോയായിരുന്നു. ടെമ്പിൾ ഭയങ്കര അടിപൊളിയാണ്. കുറേ അതിൻ്റെ ഷോപ്സൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അവിടുത്തെ ഈ ബൊമ്മ, പിന്നെ ഈ നെൽക്കതിരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്പീശൻ എന്ന് പറയുന്ന ഒരു ടീ ഷോപ്പിലാണ് ഞങ്ങൾ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വട ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങൾ പൂരി മസാല, ഇഡ്ഡലി, വടയെല്ലാം കഴിച്ച് നല്ല ചായ കഴിച്ച് പിന്നെ ഞങ്ങൾ പൊന്നാനി വഴിയാണ് പോകുന്നത്. അതിനുശേഷം പൊന്നാനിയിലോട്ടൊക്കെ പോന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി കാലിക്കട്ട് എത്തിയായിരുന്നു. കാലിക്കട്ട് ജെസി എന്ന് പറയുന്ന ഒരു ആളാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ അവരെ ഞാൻ മൈക്കിൾ ലാൻഡിൽ പോയപ്പോഴാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തത് അവരുടെ വീട്ടിൽ തന്നെയാണ്. നല്ല ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് അടിപൊളി ലഞ്ചായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി വീണ്ടും കക്കാടം പോയിട്ട് ഇവിടെ ഒരു റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് ബ്രൂക്കിൽസ് എന്ന റിസോർട്ടാണ്. ഇത് ഓരോ കോട്ടേജായിട്ടാണ് ഇത്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. നല്ല സർവീസായിരുന്നു. ഫുഡൊക്കെ ഇവിടെ എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ്. ഫുഡും ഭയങ്കര നല്ലതായിരുന്നു. കപ്പയും ഇവിടെ നിന്ന് മേടിച്ച നല്ല നാടൻ കപ്പ, പിന്നെ അതുകൂടാതെ അതിൻ്റെ ചമ്മന്തി എല്ലാം സൂപ്പറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചാണ് അതൊക്കെ വെച്ച് കഴിച്ചത്. അതിൻ്റെ കൂടെ പിന്നെ നമ്മുടെ സ്ഥിരം മദ്യപാനം ഉണ്ടായിരുന്നു. മോർഫീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് കഴിഞ്ഞിട്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ ഞാനൊരു 4 മണിക്കൊക്കെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ 7 മണി കഴിഞ്ഞപ്പോൾ ലേഡീസിൻ്റെ സെഷനായിരുന്നു. അത് ഭയങ്കര അർമാദിക്കലായിരുന്നു. അപ്പോൾ അവർ പൂളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ യുവാക്കളൊക്കെ വെറുതെ ഇരിക്കൂലല്ലോ, അവരും എല്ലാം കൂടി ഇറങ്ങി ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. സ്വിമ്മിംഗ് പൂളിൻ്റെ ഷോട്ട് ഭയങ്കര കിടിലായിരുന്നു. അതിനുശേഷം വന്നിട്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് 2 അടിച്ച് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബാർബക്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ കുറേ നേരം പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. എന്തായാലും ഞാനൊരു 12 കിടക്കാൻ പോയി. ഒരു 2-3 മണി വരെ വീണ്ടും അന്താക്ഷരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2ാമത്തെ ദിവസം വയനാട് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കാലത്ത് എനിക്ക് കഴിഞ്ഞപ്പോൾ വയനാട് ചുരത്തിലൊക്കെ ഭയങ്കര ട്രാഫിക് ജാമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ കാലത്ത് കഴിഞ്ഞിട്ട് ഇനി വേറെ അങ്ങോട്ട് പോകണം എന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരുമായിട്ട് കഴിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ട്, കടല, പിന്നെ ഉപ്പുമാവ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കപ്പയും എല്ലും കപ്പയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവരെ ഉണ്ടാക്കുന്നതാണ്. കൂടെ വന്ന ആൾക്കാർ ലേഡീസൊക്കെ ഭയങ്കര സഹകരണമാണ്. അപ്പോൾ ജസ്റ്റ് ചേച്ചി എന്തായാലും അവരുടെ കൂടി നിന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി തരും. നല്ല ഫുഡായിരുന്നു. ഈ ട്രാവൽ ചെയ്തപ്പോൾ ഫുഡ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അവിടുത്തെ സ്റ്റേയും നല്ലതായിരുന്നു. റിസോർട്ട് എല്ലാവരും വളരെ സർവീസ് നല്ലതായിരുന്നു. അവരുടെ ബെഡ്റൂം, സ്വിമ്മിംഗ് പൂള് എല്ലാം നല്ല ഹൈജീനിക്കായിരുന്നു. ഒരു പൊക്കത്തോട്ട് പോകണം. കുറച്ച് ടോപ്പ് സ്റ്റേഷൻ ആയതുകൊണ്ടിട്ടുള്ള ട്രാവൽ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൂടെ അവിടെ എത്തിച്ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഞാനൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് അല്ലേ എന്ന് വിചാരിച്ചിട്ടൊരു കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കെല്ലാം നമ്മൾ എല്ലാവരും ഒരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട്, വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് കുറേ പേര് അവരവരുടേതായ സ്ഥലങ്ങളിലേക്ക് പോയി. ഞങ്ങൾ വയനാട് പോകാമെന്നുള്ള പ്ലാൻ മാറ്റി വെച്ച് അവിടെ എവിടെയെങ്കിലും റൂം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള കുറേ പാർക്ക്, വെള്ളച്ചാട്ടം അതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് എന്നിട്ട് അവിടെ
റൂമൊന്നും കിട്ടണ്ടായിരുന്നില്ല, കിട്ടിയതൊക്കെ അത്ര നല്ലതായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് അവിടെ ചായ, പഴംപൊരി, ഓംലെറ്റൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ കാലിക്കറ്റ് പോയി റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലിക്കറ്റേക്ക് പോന്നു കഴിഞ്ഞ് അതിനുശേഷം അവിടുത്തെ ഒരു ബീച്ചൊക്കെ കണ്ട് പിന്നെ പയ്യെ എല്ലാവരും പറയും എന്നാൽ പിന്നെ ഇത്ര എത്തി, നല്ല റോഡാണ്. ചാവക്കാട് വന്നപ്പോൾ ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്ത് അവിടെ ഒരു നല്ലൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് അതിനുശേഷം അവിടെയുള്ള പഴയ കുറേ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അതിപ്പോൾ അന്യം നിന്ന് പോകുന്ന ടൈപ്പുള്ള പഴയ ബിൽഡിങ്ങാണ്. അതുമെല്ലാം കവർ ചെയ്ത് ചാവക്കാട് പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചാവക്കാട് ബീച്ച് കാണാൻ വേണ്ടി പോയി. ചാവക്കാട് ബീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ പഴയ അറബ് സംസ്കാരമായിട്ടൊക്കെ അത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പണ്ട് കുറേ ആൾക്കാർ, ചെറിയൊരു തുറമുഖമാണെന്നാണ് പറയണത്. ഇവിടുത്തെ സ്പൈസും കാര്യങ്ങളൊക്കെ അറബ് നാട്ടിലേക്ക് കയറ്റുമതി ചെയ്ത ചെറു സ്ഥലമാണ്. അതിന് ചാവക്കാടെന്ന് പേര് വന്നത് എന്തോ കോട്ടയെന്ന് അങ്ങനെ നടക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ കുറേ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്, അത് ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തായാലും ചാവക്കാട് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കുറേ ആൾക്കാർ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചാവക്കാട് ബീച്ചൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഒരു 8 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും എറണാകുളത്തേക്ക് പോകുന്നു. എറണാകുളത്തേക്ക് പോകുന്നപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ബാറിലാണ് കയറിയത്. അവിടെ കയറി ഞങ്ങൾ പൊറോട്ട, ചില്ലി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ചില്ലി ബീഫ്, പിന്നെ ബിയർ 2 സ്മോളൊക്കെ അടിച്ച് ഞങ്ങളെന്തായാലും ടൂറ് അവസാനിപ്പിച്ച് ഒരു 11:30 മണിയോടുകൂടി എനിക്ക് വീട്ടിലെത്താൻ പറ്റി. രതീഷിനെ ഫോർട്ട് കൊച്ചി പോകണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അത് കിഷോറാണെന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറയിലാണ്. ജോർജ് കുട്ടിക്ക് പിന്നെ അവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇറക്കി വിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ ടൂറ് കഴിഞ്ഞ് വളരെ നല്ലൊരു ടൂറായിരുന്നു. ഇനിയും ഇങ്ങനത്തെ ആൾക്കാർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ അടുത്ത ജനുവരി 26 നമ്മളൊരു കാന്തല്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ടൂറ് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു.